അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഗൈസ്. സോ ഗൈസ് നമ്മൾ നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ഹാർഡ് കോർ സീരീസ് പാർട്ട് 5 ആയിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. അപ്പോൾ ഏതാവശ്യം നമ്മൾ എന്ത് ചെയ്യാൻ പക്ഷേ നമ്മൾ ഗൈസ് നമ്മൾ ഷീൽഡ്സ് മാറ്റിയിട്ടില്ല ഗൈസ്. എന്താ വെച്ചാൽ ഗൈസ് നമ്മൾ മാറ്റാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ. സോ പക്ഷേ ഇന്നായിട്ട് നമ്മൾ ചെയ്യാൻ പോകണം ഗൈസ്. നമ്മളിവിടെ മൈൻ ഫാമിങ് തുടങ്ങാൻ പോകും ഗൈസ്. നമ്മൾ ഫാമിങ് എവിടെ തുടങ്ങാൻ ശേഷം ഏകദേശം ഇവിടെ ആയിട്ടുണ്ടോ പക്ഷെ നമ്മള് അതിന് ഹോ ഉണ്ടാക്കിണ്ടായിരുന്നു പക്ഷെ നമ്മള് ആ ഹോ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മുടെ ഹോ വന്നില്ല കേട്ടോ ഗൈസ്. നമ്മള് ഓഫ് ക്യാമറയിലാണ് ഗൈസ് നമ്മൾ നൈസ് ചെയ്യാന്ന് കുറച്ച് ഓഫ് ക്യാമറ ആയതല്ല ഗൈസ്. റെക്കോർഡിങ് നമുക്കുണ്ടായില്ല. സോ ഗൈസ് നമ്മള് നമ്മുടെ എനിക്കുണ്ടായ ഹോ ഉണ്ടാക്കട്ടെ ഗൈസ്. നമ്മുടെ ഹോ എന്ന് പറയുന്നത് ഇതായിരിക്കും. അയൺ ഹോ അല്ല, ഓ ഹാക്സ് ആണ് അത്. അയൺ ഹോ അല്ല ഗൈസ്, നമുക്ക് സ്റ്റോൺ ഹോ ആണ് വേണ്ടത് ഗൈസ്. നമ്മുടെ സ്റ്റോൺ ഹോ എടുത്തിട്ട് ഗൈസ് നമുക്ക് ഇനി പോവാം. വീറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതാണ്ട വീറ്റ് അല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ സീഡ്സ് സാധനത്തെ ഗൈസ് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ഗൈസ്. ഗൈസ് നമ്മൾ നമ്മുടെ വീറ്റ് ഇടാൻ പോവാണ് ഗൈസ്. നമ്മളിവിടെ മാർച്ച് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ആയിട്ട് നമ്മളെന്തായാലും നമ്മുടെ വീറ്റ് കേസ് എത്ര 7 ബ്ലോക്ക് അങ്ങനെ എന്തുണ്ട് കേസ് അങ്ങനെ സംഭവം ഉണ്ട്. എനിക്ക് സത്യം അറിയില്ല. 1 2 3 4 5 6 7 നമുക്ക് ഇത് ശരിയാണോ നോക്കട്ടെ കേസ്. ഓക്കെ അത് 8 ബ്ലോക്ക് കേസ് നമ്മുടെ വാട്ടർ പോകും കേസ്. നമ്മുടെ വാട്ടർ പോകും കേസ്. അപ്പോൾ നമ്മുടെ സീഡ്സ് ഒക്കെ നടാനായിട്ട് ഓഫോ ശരിയാകുന്നില്ല. നമ്മുടെ ഇവിടെ ഒക്കെ നടാട്ട ഇവിടെ അതിൻ്റെ അല്ലേ. അപ്പോൾ സീഡ്സ് കഴിഞ്ഞിട്ട് കേസ് നമ്മുടെ ഒക്കെ നമുക്ക് ആ കുറച്ച് സീഡ്സ് ഉണ്ടായാലും കേസ് എന്താണ് ഞാൻ നോക്കി കേസ് എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇതിലെ ഡർട്ട് കാണാൻ ഏകദേശം മറ്റേ നമ്മുടെ ഞാൻ എന്തായാലും പറയാ അയ്യോ ഗൈസ് നമ്മുടെ നെത്തട്ടുള്ള ഇതാവുന്ന പോലെ പക്ഷേ നമ്മുടെ ആ ഒരു കല്ലിന് എന്താ പറയുക ഗൈസ് നമ്മുടെ നമ്മള് അങ്ങനെ ഫാമിങ്ങിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ HK20 കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതാവിനെ കുറച്ച് ഇവൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇവനെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ഗൈസ്. ഇവൻ ഡയമണ്ട് കൊണ്ട് കുളിച്ചതാണ്. ഡയമണ്ട് കൊണ്ട് തന്നെയാണ് ഡൗട്ട് ഉണ്ട് ഗൈസ്. ഇവൻ മാത്രല്ല ഗൈസ് ഒറ്റയ്ക്ക്, അതാണ് ഇവിടുത്തെ സീൻ ഗൈസ്. ഇവനും പിന്നെ ഇവനില്ല ഗൈസ്, ഇവനിങ്ങനെ ഒറ്റയ്ക്കായി ഗൈസ്. ഇതാവാനുള്ള സീനാ ഇവനും പിള്ളേരൊക്കെ ഒറ്റയ്ക്ക് ഗൈസ്. പിന്നെ കോഴിയാണ് ആ കഴിയത്. കോഴി ചെയ്യേണ്ട ഗൈസ്. ഇവൻ ശരിക്കും കുളിച്ചാൽ മതി ഗൈസ്. പിന്നെ ഇവരും മാത്രമല്ല ഗൈസ് നമ്മുടെ ഗൈസ് അതിൻ്റെ പേര് സ്കെൽട്ടൻ പോലും ഗൈസ് നമ്മുടെ മാറിണ്ടായിരുന്നു കേട്ടോ. ഓ ഗൈസ് ഇവന് ഗൈസ് എന്തോ പോലെ ഉണ്ട് ഗൈസ് സത്യം പറഞ്ഞാൽ. ഗൈസ് നമ്മുടെ ഫുഡ് ഏകദേശം തീർന്നിട്ട് നമുക്ക് പുറത്തോട്ട് കഴിക്കാം. ഗൈസ് നമുക്ക് ഇവിടുന്ന് പോട്ടാ. നമുക്ക് ഇവിടുന്ന് പോയതിന് ശേഷം ഗൈസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൈസ് നമുക്ക് കിടന്നുറങ്ങണം ഗൈസ്. അതിന് മുന്നേ നമ്മുടെ ഫാമിങ് സെറ്റ് ആയതിന് ശേഷം ഗൈസ് ഉറങ്ങിയിട്ട് നോക്കാം രാവിലെ ആയിട്ട് സംഭവം ആവോ ഇല്ലയോന്ന്. ഉറങ്ങിയാ കേസ് ഗോളെന്ന് വെച്ചാൽ നമ്മുടെ ഏകദേശം ഫാം സെറ്റ് ശേഷം അപ്പുറത്തായിട്ട് എന്തെങ്കിലും നടണം കേസ്. അതിനായിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് കേസ്. ഏതെങ്കിലും ഒരു സീഡ് ഉണ്ടെങ്കിൽ ഓക്കെ ഗവൺമെന്റ് കേസ് ഒരു കോഴിയുടെ ഇപ്പം തന്നെ കിട്ടിയത് കേസ്. കേസ് എങ്ങനെ അറിയാം.
ഗൈസ് എന്താ മീറ്റാണ് അത്? കോപ്പറോ ഗൈസ്. നമുക്ക് ഇതെന്താ സീഡാണോ? സീഡ് ഉണ്ടായിരുന്നു നമുക്ക് എവിടെയെങ്കിലും നട്ടൊക്കെ ഗൈസ്. ഓക്കെ നമ്മുടെ കയ്യിൽ സീഡ് ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് സീഡ് കിട്ടി ഗൈസ്. നമ്മളെ സീഡ് നടാൻ പോകണം കേട്ടോ ഗൈസ്. നമ്മൾ ഒരു സീഡും കൂടി നമുക്ക് എങ്ങനെ കിട്ടി ഗൈസ്? അത് സീഡ് നടാൻ പോകട്ടെ ഗൈസ്. നമ്മുടെ ഫാമിൽ ഒരു ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ആദ്യത്തെ സീഡൊക്കെ അല്ല നട്ട സീഡ് ഏകദേശം ആയിട്ടുണ്ട് ഗൈസ്. ഓ ഇതല്ല ഗൈസ്, ഇതാണ്. ഓക്കെ നമ്മൾ ആ സീഡ് നട്ടു. നമുക്ക് എന്താ വെച്ചാൽ അറ്റത്ത് ഏകദേശം വളരുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇപ്പുറത്തു നിന്ന് വളരുമെന്ന് വെറുതെ നടക്കത്ത് നിന്ന് വളർന്നു. നമുക്ക് ബോൺ മീല് കിട്ടാൻ നമ്മള് മരക്കൊല്ലാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. ഇതായിരിക്കും ഗൈസ് ഞാൻ സോഡ് സെറ്റാക്കിയിരുന്നു. സോഡ് കാണാനില്ല കേട്ടോ. ഞാൻ സോഡൊന്നും തൊപ്പിയോ കൂടെ സോഡില്ല ഗൈസ്. ഒക്കെ ഗൈസ് നമുക്ക് സോഡില്ലാത്തൊരു പ്രശ്നമാണ് ഗൈസ്. നമുക്ക് ഇപ്പൊ തന്നെ ഗൈസ് സോഡ് ഉണ്ടാക്കാനായിട്ട് പോയതാണ്. പിന്നെ സയൻസ് സോഡ് തന്നെ ഉണ്ടാകും ഗൈസ്. നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല ഗൈസ്. ഓക്കെ സയൻസ് സോഡ് ഉണ്ടാക്കിയിട്ട് ഗൈസ് നമ്മുടെ സോഡ് സെറ്റാണ് ഗൈസ്. ഇതിന്റെ സോഡൊക്കെ നോക്കി ഗൈസ്, എന്ത് ചെറുതാറേ ഗൈസ്. നമ്മൾ കോഴീനെ കൊന്നു ഗൈസ്. നമ്മൾ ഈ തെറ്റ് കോഴീനെ കൊല്ലാൻ പോകാന്ന് വെച്ചാൽ ഗൈസ് ഇതിനൊക്കെ കൊല്ലാണ് ഗൈസ്. നമുക്ക് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ് നമുക്ക് ഇത് ഇനി ഗൈസ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഗൈസ്? സോ ഗൈസ് നമ്മൾ പറഞ്ഞ ഗൈസ് നമ്മൾ അതിന് ഇതൊക്കെ സെറ്റായി ഗൈസ്. നമുക്ക് കേവിന് പോകണം ഗൈസ്. സോ ഗൈസ് നമ്മൾ ടോസ്റ്റേഴ്സ് ഉണ്ടാക്കണം ഗൈസ്. നമ്മുടെ കോള് വർക്ക് വേണം കേട്ടോ ഗൈസ്. ഞാൻ സ്റ്റിക്ക് ഉണ്ട് എൻ്റെ. ഓക്കെ ഗൈസ് നമ്മൾ 14 ടോസ്റ്റ് 14 കുറവാണ് ഗൈസ്. ഒരു മിനിറ്റ് കേട്ടോ ഗൈസ്. നമുക്കിത് വേണം ഗൈസ്. എന്തായാലും ഇത് party, I am in it. നമ്മളൊരു കേവ് കണ്ടുപിടിച്ചോട്ടെ ഗൈസ്. നമുക്ക് അവിടെ തന്നെ പോവാം. നൈറ്റ് ആവാൻ മുന്നേ ഗൈസ് നമുക്ക് തിരിച്ചും പോകണം കേട്ടോ ഗൈസ്. നമുക്ക് എത്ര ഡേ ആയ? ഓക്കെ ഗൈസ് കൃത്യം നടുക്കായിട്ട്. ഓക്കെ ഗൈസ് നമുക്ക് ആദ്യത്തെ നമ്മുടെ കേവ് ആണ് കേട്ടോ ഗൈസ്. മൂവ്സ് എല്ലാം വന്ന് എന്നെ പറയുന്നു ഗൈസ്. കുറക്ക് ഇവിടെ ഉണ്ടാവും. ഓക്കെ നമുക്ക് ഇവിടേക്ക് പോകട്ടോ. ഇവിടെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ നമുക്ക് ഇവിടെ എത്തിയ ശേഷം നമ്മൾ ഇതുവരെ മോബിലൊന്നും കണ്ടില്ല ഗൈസ്. എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഒന്നും ഓണാക്കിയിട്ടൊന്നും വെച്ചിട്ടില്ല ഗൈസ്. ഇവിടെയാണ് ഗൈസ് പിന്നെ ഒരു വലിയ സ്ഥലം കണ്ട ഗൈസ്. ഇതെന്താണ് ഗൈസ്? ഓക്കെ എന്തോ ഒരു സ്ഥലമാണ്. ഇപ്പുറത്തേക്ക് വഴിയില്ല. ഓക്കെ അവിടെ മോബുണ്ട് ഗൈസ്. അവിടെ മോബുണ്ട്. ഓക്കെ ഇല്ല അല്ലേ? അപ്പോൾ ഇവിടെ ഗൈസ് ആണ് നമ്മൾ തൽക്കാലത്തേക്കും ചെയ്യുന്നത് ഗൈസ്. ഓക്കെ അവിടെ താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. ഓക്കെ താഴത്തേക്ക് ഒരു കേവ് ഉണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ ഇവിടെ കേവ് ഉണ്ട്. നമുക്ക് അയം കിട്ടിയിട്ടില്ല ഗൈസ്. അതൊരു ഷെഡാണ്. ഓക്കെ ഗൈസ് നമ്മുടെ സോംബി ഉണ്ട്. ഓ ഗൈസ് നമ്മുടെ വീടിന് നമ്മൾ വരും പോക്കാണ്. നമുക്കവിടെ എന്തായാലും പോയേ പറ്റൂ ഗൈസ്. നമുക്ക് അയണല്ല
നമ്മളിപ്പോ ഇതിലെ കേൾവിക്കോണേ നമ്മളിപ്പോ അയണാർമറൊക്കെ സെറ്റ് ആയിരിക്കട്ടെ. ശരിയാണ് കേസ്, ഞാൻ ഇപ്പോൾ ഓർത്ത കേസ്. അപ്പൊ നമ്മള് വേണ്ട കേസ്, നമ്മള് തിരിച്ചു പോകുന്നില്ല കേസ്. നമ്മുടെ ഹാർഡ് കോർ സീരീസ് എന്തായാലും സീനില്ല കേസ്. നമുക്ക് നേരെ വഴി കൂടെ മുന്നേറണം കേസ്. ഓക്കെ ഓക്കെ കേസ്, നമ്മളിവിടെ അവനെ തല്ലിയിട്ടുണ്ട് കേട്ടോ കേസ്. നമുക്ക് അവനെ തല്ലി ഒന്നുകൂടെ ഇതാക്കാം കേസ്. ഓക്കെ, നമ്മൾ അവനെ കൊന്നിട്ടുണ്ട് കേട്ടോ കേസ്. നമുക്ക് ഇനി ഈ വഴി ഒന്ന് പോയി നോക്കാം. അടാവ് ഏത് വഴിയാണ് നോക്കുന്നത്? അവിടെ ഓടണ ഈ സൈഡ് വഴിയുണ്ടോ? പക്ഷെ ഇവിടെയാണ്, ഇതിന്റെ താഴെയാണ് കേവ് ഉള്ളത് കേട്ടോ. നമുക്ക് നടന്നു നോക്കാം. ഓക്കെ, നമുക്ക് അങ്ങനെ കേവിന്റെ അകത്ത് പോയിട്ട് കേസ് നമുക്ക് കാര്യം കിട്ടിയിട്ട ബാക്കിനെല്ലാം. ഓക്കെ, ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു കിട്ടാ കേസ്. ഓക്കെ, നമ്മൾ അവനെ കൊന്നിട്ട കേസ്. നമ്മള് സത്യമായിട്ട് പറഞ്ഞാൽ പേടിച്ചിട്ടാ കൊന്നെ. ഓക്കെ, അതിന്റെ അർത്ഥം കേസ് ഇവിടെ മൂവിലൊന്നും കാണാനില്ല കേസ്. അതിന്റെ അടുത്തൂടെ എൻ്റെ ആണോ? ഇല്ല. ഇവരൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഇടയിൽ കൂടെ വരുന്നേ? ഓക്കെ, ഇവിടെ കുറെ ഉണ്ട് കേട്ടോ. പോയി നമ്മളെന്തായാലും ഈ വഴി പോവും, വെയിൽ ലൈഫ് അല്ലാത്തോണ്ട്. ഇതെങ്ങനെ വല്ല അറ്റത്ത് കൊണ്ടുപോയി നിർത്തിയ. ഓക്കെ, നമ്മള് സൈഡ് സ്പൈഡറിനെ കണ്ടുവിട്ടോ കേസ്. നമുക്കിവനെ കൊല്ലാട്ടോ കേസ്. കേസ് ഇവനെ നമ്മള് കൊന്നുവിട്ടോ കേസ്. ഓക്കെ, സൈൻ ബുക്ക് ഉപയോഗിക്കാം. ഏത് നേരം നമ്മളുടെ ഓക്കെ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇപ്പൊ ശരിക്കും എന്റെ നമ്മള് മുകളിലേക്ക് മൈനിയും പോകെ. മുകളിൽ എന്തോ ശബ്ദമൊക്കെ ഉണ്ട്. മുകളിലേക്ക് പോവാട്ടോ. നമ്മൾ ഇവിടത്തെ എന്തെങ്കിലും മുകളിലേക്കല്ല പോകണ്ടേ, ഡൗൺ ആണ് മെയിനായിട്ട് പോകണ്ടേ. അല്ല ബ്ലോക്ക് ഉണ്ടല്ലേ ഇത്. അതെ, ഇത് കിട്ടി. നമ്മൾ ഇതെടുത്ത് വെക്കേണ്ട. ഒന്നും കിട്ടില്ല. പിന്നെ ഈ കാണുന്ന സംഭവമില്ലേ, ഇത് ഈ ഡൗട്ട് ഉണ്ട്. ഇത് ഇതിന്റെ അപ്പുറത്ത് ഞാൻ അയണൊക്കെ കണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ മൈൻ ചെയ്ത് പോവാ. അത് മിക്കവാറും ഫ്ലിന്റ് ആയിരുന്നു കേസ്. നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഈ കോപ്പറാണ് കേസ്. കോപ്പറിനടുത്തല്ല ഞാൻ സത്യം പറഞ്ഞ അയൺ കണ്ടിട്ടില്ല. ഞാൻ ഈ വഴി തന്നെയല്ലോ ഇത് വീണതാണ്. എനിക്ക് തോന്നി അതായിരുന്നു ഞാൻ അവിടെ നിന്നായി കേസ്. മോളിൽ നിന്നും വരില്ല കേസ്. നമ്മളവിടെ വഴി അടച്ചിട്ടുണ്ട്. നമുക്ക് സീനില്ല കേസ്. നമുക്ക് ഇവിടെ ഒന്നും വരുന്നില്ല. മൂവ്സ് ഒക്കെ നമ്മൾ അപ്പുറത്തേക്ക് പോകട്ടെ കേസ്. നമ്മുടെ ഹെൽത്ത് ഒക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഹാർമോൺ സെറ്റാണ് കേസ്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു കേസ്, പേടിക്കണ്ടെന്ന് പറയാൻ ഉദ്ദേശിച്ചത് കേസ്. നമുക്ക് ഇവിടെ അയൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കേസ്. നമുക്ക് അയൺ എടുക്കാം. ഇതല്ല അതിന് താഴെ. ഓക്കെ കേസ്, ഇത്രയും പോയി വന്നതാ ഓരോ അയണ കേസ്. കേസ് ഞാൻ പറഞ്ഞു ഇവിടെ കേസ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു കേവ് പോലത്തെ സംഭവമുണ്ട്. ഇവിടെയാണ് കേസ് നമ്മുടെ കേവ്. എന്ത് വന്നാലും ഗൈസ് നമ്മൾ മുന്നേറണം ഗൈസ്. മുന്നേറുക. ഓക്കെ ഓക്കെ സംഭവം. ഓക്കെ, ഇവിടെ മൂപ്പുണ്ട്. ഉറപ്പ് മൂപ്പുണ്ട് ഗൈസ്. നമ്മൾ ഈ വലിയൊരു കേവാണ് ഗൈസ്. ഇത് മിക്കവാറും വലിയൊരു കേവായിട്ട് ജോഡാവും. എനിക്ക് തോന്നി ആ കേവിലൊന്ന് പോയി. ഓക്കെ, നമ്മൾ ടോർച്ച് തീർന്നിട്ട് ഗൈസ്. നമ്മള് എന്താ വെച്ചാൽ ഭയങ്കര സിമ്പിളാണ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോണേ. ഇവിടെ സിമ്പിളായിട്ട് സിമ്പിൾ ഇവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ആ സിമ്പിൾ എടുക്കാൻ പോവാണ് ഗൈസ്. ഞാൻ ആ വീട്ടിൽ നിന്ന് എടുക്കാന്ന് ചോദിച്ചത് ഗൈസ്. പിന്നെ അവിടെ കുക്കിങ്ങിന് ആവശ്യമുള്ള അതിന് എടുത്തില്ല ഗൈസ്. നല്ല സിലിണ്ടർ മേടിക്കാൻ കാശിട്ടാപ്പോളാം. നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി ഇതുണ്ടാക്കാം. വേറെന്തൊക്കെ കളഞ്ഞ കേസ്. നമ്മള് കോപ്പർ എടുത്ത് കളഞ്ഞ കേസ്. നമ്മള് 20 ടോർച്ച് ആയിട്ട് കേസ്. നമുക്ക്
ഓക്കെ നമുക്ക് 20 ടോർച്ചിട്ടിന് നമുക്ക് ഇനി തിരിച്ച് സ്മോൾ ഓക്കെ സ്മോൾക്ക് തന്നെ നമുക്ക് 2 കേവ് കിട്ടിയത് ഓർമ്മയുണ്ട്. ഓ ഗൈസ് നമ്മുടെ പേടി സ്വപ്നം വന്നോട്ടെ ഗൈസ്. ഓ ഗൈസ് നമ്മുടെ പേടി സ്വപ്നമായിരുന്നു കേട്ടത്. ഞാൻ നൈസായിട്ട് പേടിച്ചു ഗൈസ്. അത് ഏതാണ്ട് ജംപ് സ്കെയർ പോലെയാണ് എനിക്ക്. ഞാൻ സത്യം പറഞ്ഞ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും പേടിച്ചിട്ടില്ല. ഗൈസ് നമുക്ക് ഇവിടെ ഈ ബ്ലോക്ക് വെച്ച് നമുക്ക് അങ്ങോട്ട് പോയ നമ്മൾ പേടി മനസ്സിൽ മാത്രം വെച്ചാൽ മതി ഗൈസ്. പക്ഷെ അങ്ങനെ വേണം ഗൈസ് നമ്മൾ ജീവിക്കാൻ. അയ്യോ ഡാവ്, അയ്യോ വേണ്ടാവും. ഓ ഇവനാള് സീനാന്നേ. നമ്മൾ എന്താ ചെയ്യാൻ പോണേ ഗൈസ്? നമ്മള് ചാടി പോയി പോകും ഗൈസ്. നമ്മൾ പോവാണ്. വിച്ചിന്റെ അടുത്ത് വെച്ചിട്ട് ഒരു ഡാക്കളൊക്കെ ചത്തു ഞാൻ കേട്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മളും ചാവടിക്കാനായിട്ട് ഗൈസ് നമ്മൾ പോവാണ് ഗൈസ്. നമ്മുടെ സീരീസ് ഇവിടെ എൻ്റെ ആവാൻ പോവാണ് ഗൈസ്. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി, നമസ്കാരം ഗൈസ്. സല്ലേര് സ്കൂൾ തുറക്കാൻ പോവായിരുന്നു. ഇനി സ്കൂളിൽ കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ചത്തില്ലേ? ഞാൻ പറഞ്ഞ എനിക്ക് ഏകദേശമൊക്കെ സംഭവം അറിയാം. നമ്മൾ ഇതൊക്കെ പ്രോ പ്ലേയേഴ്സ് അല്ലേ ഗൈസ്. പേടിയാണ്. ഹെൽത്ത് ദൂരമായ മതിയായിരുന്നു ഗൈസ്. നമ്മളവിടെ വിച്ചിനെ കണ്ടു ഗൈസ്. നമുക്ക് വിച്ചിനെ എന്തായാലും തട്ടാൻ പറ്റില്ല ഗൈസ്. നമ്മൾ തട്ടിപ്പോവും ഗൈസ്. സോ ഗൈസ് നമ്മുടെ ഹാർട്ട് ഒന്ന് ഇതാവട്ടെ ഗൈസ്. നമ്മൾ തിരിച്ചു പോകാം. നമ്മളിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല ഗൈസ്. നമ്മൾ തിരിച്ച് വിച്ചിനല്ല ഗൈസ് ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നത്. ഞാൻ മെയിൻലി ക്രീപ്പേഴ്സിനെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ വിച്ചൊക്കെ എവിടെ നിന്ന് വരണം ഗൈസ്? അവിടെയാണ് ഗൈസ് നമ്മള് വിച്ചിനെ കണ്ട ഗൈസ്. ഒക്കെ വിച്ചിടാവും. അയ്യോ വിച്ചിടാവേ ഗൈസ്. ഇനി ഒരു ഹെൽത്ത് കൊണ്ടാ ഞാൻ ചാവും ഉറപ്പാ. അതിന്റെ ഒരു പേടി ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് ഗൈസ്. ഞാനിപ്പോ ഏത് വഴി പോയിച്ചരാ? ഇവിടെ ഒരു മുകൾക്കുള്ള വഴി ഉണ്ടല്ലോ, അതാണ്ട് നമ്മളെന്താ ചെയ്യാൻ പോയ നമ്മൾ സിമ്പിൾ ആയിട്ട് ഗൈസ് നമ്മൾ ഈ വഴിയൊക്കെ നടക്കാന്ന് ഗൈസ്. നമ്മൾ ഈ വഴിയൊക്കെ നമ്മൾ രാവിലെ ഗൈസ് ധൈര്യമായിട്ട് പൊക്ക് ഗൈസ്. നമുക്ക് ഓ ഗൈസ് നൈറ്റായി, ഉറപ്പാ നൈറ്റായി തീർന്നു. അയ്യോ ഞാനൊക്കെ വരത്തില്ല ഗൈസ്. നമ്മൾ ഈ അകത്തിരുന്നിട്ട് സീൻ ഉണ്ടാവില്ല, ബെഡ് എടുത്തില്ല. അയ്യോ ഗൈസ് നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? ഓ ഇതല്ല വഴി, ഇതല്ല അതാ വഴി ഗൈസ്. നൈറ്റായി ഗൈസ്, നൈറ്റായിടാ. ഇതെന്താ അതന്നെയാണോ വഴിയോ? അതന്നെയാണ് വഴി ഗൈസ്. നമ്മള് ശക്തി ഹെൽത്ത് ഫുള്ളായിട്ട് കഴിക്കി ഹെൽത്ത് ഫുള്ളാവ്. ഏത് ആർമർ ഉണ്ടായാലും എന്തുണ്ടായാലും ഹെൽത്ത് ഇല്ലേ നമ്മളാരും പോക്ക. എടാ റീജനറേറ്റ് ആളെ തെണ്ടി. ഓ എന്റെ പൊന്നടാവേ. എടാ റീജനറേറ്റ് ആയില്ലെങ്കിൽ നമ്മളിവിടെ നൈസായിട്ട് കേട്ടു. വീട്ടിൽ തന്നെ കയറാൻ എങ്ങനെയാണ് ഞാനൊക്കെ ആലോചിക്കുന്നത്. റീപ്പർ എക്സ്പോഷൻ വന്നാ നമ്മളാരും ഹാർഡൊക്കെ ഏകദേശം ആയിട്ട് കഴിച്ചു. അവിടുത്തെ നമുക്ക് ഫുള്ളായി നമുക്ക് എടുത്ത് പോകാട്ടായിട്ട് വല്ലതും സ്പോണാവണേ മുന്നേ. എന്താ സീൻ വെച്ചാല് കഴിച്ച് വല്ലതും മുന്നിൽ ഒന്ന് സ്പോണായ ഓക്കെ നമ്മുടെ ടോർച്ചസ് ഒക്കെ നമുക്ക് വഴിയാട്ടുന്നുണ്ട്. മുകളിൽ കാണാം. ഓക്കെ അവിടെ ആയിട്ടൊന്നും സ്പോൺ ആയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മരത്തിന്റെ താഴെ വല്ലതും സ്പോൺ ആയിട്ടുണ്ടോ? ഈശ്വര, ഞാൻ പാർക്കൂർ അടിച്ചൊന്നുമല്ല. ഓക്കെ മോൺസ്റ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറയണ ഗൈസ്. ഞാൻ ആരെയും കാണുന്നില്ല ഗൈസ്. ഒന്ന് ഉറങ്ങടാ. അവര് വല്ല കൊല്ലിട്ടോ ഗൈസ്. നമുക്ക് വീട്ടിലെത്തിയ നമുക്ക് മൈനിങ് ഒന്നും അല്ല ഗൈസ്. നമുക്ക് ഗൈസ് നമ്മള് മോശം കണ്ടു. ഞാൻ കണ്ടത് എന്താ ഹാർഡ് കോറിൽ ഗൈസ് നമുക്ക് പറഞ്ഞു. ഓക്കെ അന്ന് അങ്ങനെ ഒന്ന് ഡാവ് സീനാണ് ഗൈസ്. നമുക്ക് ഡാവിനെ നൈസായിട്ട് കൊല്ലും. ഡാവ് ചത്തു ഗൈസ്. അതെ എന്താണ് ഗൈസ് നമ്മുടെ
ഓക്കെ നമ്മള് നമ്മുടെ ക്രീപ്പർ ഡാവാണ് നമ്മളെ മുന്നിൽ വന്നിക്കണേ. ഇവിടേക്ക് നമ്മള് ക്രീപ്പർ ഡാവ് കിട്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ സെറ്റായി നമ്മള് ഫാം നോക്കാൻ പോയതാണ് സത്യം പറഞ്ഞാൽ സംഭവിച്ചത്. നമ്മള് ഫാം ആയിട്ടില്ല. ഇനി ഇതെന്താന്ന് അറിയില്ല. ഇവിടെ ഇതാ പിന്നെ അതിന്റെ ഓർമ്മ കേസ് നമുക്ക് കൗ ഫാം തുടങ്ങി ഫുഡിനായിട്ട് നമുക്ക് നമ്മള് കവിനെ വിളിക്കാനായി നമ്മുടെ ലെഡ് ഉണ്ട്. നമുക്ക് ഓർമ്മ നമ്മുടെ വുഡൊക്കെ വെച്ചിട്ട് നമ്മുടെ പരിപാടികൾ തുടങ്ങി. ലെതറാറിനെടുത്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മൾ അത്യാവശ്യത്തിനുള്ള നമ്മുടെ സാധനങ്ങൾ എടുത്തിട്ട് ഉണ്ട് ഗൈസ്. ഒക്കെ നമ്മുടെ ഈ സ്ട്രിങ് എല്ലാം എടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ നമ്മള് ഏകദേശം അടുത്തൊക്കെ മതി. ഇത്ര സാധനം ഞാൻ വെറുതെ ഉണ്ടാക്കിയല്ലേ. ഇവിടെയും ആയിട്ട് നൈസായിട്ട് സാമാനം കിട്ടും. ഇവിടെ തന്നെ വരണ്ട. ഇത് ഓക്കെ നമ്മുടെ ഇനി ഫെൻസ് വേണം. അതല്ല ആവേശം കാണാതെ ഉണ്ടാകാൻ കിട്ടിയിട്ടാ. കളല്ലേ റെക്കോർഡാണ് ഇപ്പൊ മക്കിയാണ് ഗൈസ്. നമുക്ക് എട്ടായണോ എങ്ങനെയാണ് കിട്ടിയത്. ഗൈസ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ വാതിൽ കൊണ്ട് വെച്ചിട്ട് വരാം ഗൈസ്. നമ്മുടെ അന്നത്തെ പരിപാടി മാറിപ്പോയോ. എൻ്റെ ആണെങ്കിൽ മറ്റേ സാധനമില്ല. എന്നിട്ട് തന്നെ പറയാ ആക്സ്. ഗൈസ് നമുക്ക് ഇതൊന്ന് തുറന്നാല് നമ്മൾ എവിടെയാണ് അത് വെച്ചത്. ഇവിടെ ഇതല്ലേ വെച്ചാ ഇതന്നെ. പക്ഷെ എനിക്ക് സമാധാനമായിട്ട് തുറക്കണം ഗൈസ്. അതല്ല ഞാനത് എടുത്ത് വെച്ച് ഓക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആവുന്ന സാധനം വെച്ചിട്ടാ. ഇനി നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ നമ്മുടെ ആ പശുവിനെ നമുക്ക് വിളിച്ചിട്ട് വരാട്ടെ ഗൈസ്. നമ്മുടെ വച്ചു എവിടെ പശു പോയി. നമുക്ക് പശുവിനെ കിട്ടി. പശുവിനെ കിട്ടി. പശുവിനെ വിളിച്ചിട്ട് വേട്ടെ ഗൈസ്. എവിടെ വായോ പശുമണി. ഇവിടെ എവിടം വരെ പോണോട്ടാ. നീ ഇങ്ങോട്ട് ചാടി പോയില്ലടാ. ചീനാങ്ങളോടോ അവള് വേഗം ഇവിടം വരെ. ഓക്കെ നമ്മുടെ ഫസ്റ്റത്തെ പശു സെറ്റായി. പശു നമ്മളെ താങ്ക് കേട്ടോ മൊത്തം ഇരുന്നോ. ഓക്കെ സെറ്റ് അതിൻ്റെ അകത്ത് ഇരുന്നാൽ മതി. നമുക്ക് രണ്ടാമത്തെ പശുവിനെ വിളിച്ചിട്ട് പോകണം. അവൻ ഇനി എവിടെയാണാവോ. നീല കളർ കാണുന്നുണ്ടല്ലോ. ഓക്കെ അതെ ഇതായിരുന്നു ഞാൻ കണ്ട. ഇത് നീലയാവോ. വെള്ള കളറൊക്കെ എന്താണ് ഇങ്ങനെ. എന്തായാലും ഗൈസ് നമുക്കൊരു പശുവിനെയും കൂടി കിട്ടി ഗൈസ്. ഇവനെയാണ് ആവശ്യം. വേഗം പോടോ. എനിക്ക് വഴിയൊക്കെ ഉണ്ടായി ഓർക്കണം തോന്നുന്നു. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ പരിപാടി സെറ്റായിട്ട് ഗൈസ്. നമ്മുടെ കവിനൊക്കെ അവിടെ ഇരിക്കുന്ന ഗൈസ്. കവിന് എന്താണ് തിന്നാൻ കൊടുക്കാൻ ചെയ്യാൻ മറന്നു. ഇതൊരു വീറ്റാണെന്ന് തോന്നുന്നു അല്ലേ. വീറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ ഗൈസ്. നമുക്ക് വീറ്റൊന്നും ആയിട്ടില്ല ഗൈസ്. അതൊക്കെ അമ്മമാരോടെ കിടക്കട്ടെ. സോ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോകണം ഗൈസ്. നമ്മൾ കുറേ നേരം ഇരിക്കുന്ന ഏകദേശം. സോ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ ആയിട്ട് വേണ്ടി. പിന്നെ ഇനി എന്തെങ്കിലും ഈ ഫാമിങ്ങിൽ ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത് നമുക്ക് അടുത്ത വീഡിയോ തന്നെ കണ്ടുപിടിക്കണം ഗൈസ്. ഫാമിങ്ങിൻ്റെ വീഡിയോ ഗൈസ് നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഏതൊരു വീഡിയോ ഒന്നും കിട്ടിയാണ് ഗൈസ്. വേറെ ഒന്നല്ല ഗൈസ്. വേറെ ഫാമിങ് ചെയ്യില്ലായിരുന്നു ഗൈസ്. അറിയില്ലായിരുന്നു എല്ലാ വീഡിയോ ബേസ് ചെയ്ത്.